സാധാരണക്കാരായ അല്ലെങ്കിൽ ഏതാണ്ട് നമ്മുടെ രാജ്യത്തെ വലിയൊരു ശതമാനം വരുന്ന ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന, അത് പ്രത്യക്ഷത്തിൽ പുറത്തു വരുമ്പോൾ അത് പ്രതികൂലമായാണോ അനുകൂലമായാണോ ബാധിക്കുക എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ ആണ് എന്ന് പറയാം. അത് നമ്മുടെ ജനസംഖ്യയുടെ കൂടി പ്രത്യേകതയാണ്. നമ്മുടെ ജനസംഖ്യ എന്നത് 140 കോടിയൊക്കെ കവിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങളായി എന്നത് നമുക്കറിയാം. ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായും സാമൂഹികവുമായും ഒക്കെ ഇന്ന് ഉയർന്ന ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തവരായി, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ ആളുകളിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പറയാം. 100 കോടിയിലധികം ആളുകൾ ആണ് നമ്മുടെ രാജ്യത്ത് മൊബൈൽ ഉപഭോക്താക്കളായിട്ടുള്ളത്. ഒരുപക്ഷെ ഒരാൾ തന്നെ ഒന്നിലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ പോലും എൻ്റെ കയ്യിലുള്ളതും ഒരു മൊബൈൽ ഫോണാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ വാർത്ത കാണുന്നതും മൊബൈൽ ഫോണിലൂടെയായിരിക്കും. അങ്ങനെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം വ്യാപകമായിരിക്കുന്നു. അത് ഫോൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രം അല്ല, നമുക്ക് മറ്റ് പല ആപ്ലിക്കേഷനുകളും മൊബൈൽ ഫോണിലൂടെ പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുന്ന സാഹചര്യവും ഉണ്ട്. ടെക്നോളജി മാറുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കുറ്റകൃത്യങ്ങളും ആ നിലയിലേക്ക് മാറും. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുക എന്നത് പണ്ടുമുതൽ ഉള്ള ഒരു ശീലമാണ്. ഏത് നന്മയെയും തിന്മയായി പരിവർത്തനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉള്ള മൊബൈൽ ഫോണുകൾ ഇന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ നടത്താൻ സാധിക്കുന്ന പശ്ചാത്തലം ആണ് ഇന്ന് ഉള്ളത്. അത് ചെറിയ സൈബർ തട്ടിപ്പുകൾ മുതൽ കോടികളുടെ സൈബർ തട്ടിപ്പുകൾ വരെയാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്. അവരിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി ഒരു ആപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ് എടുത്ത് പറയേണ്ടതായി വരുന്നത്. ഇങ്ങനെ ഒരു ആപ്പ് തയ്യാറാക്കുമ്പോൾ അതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് പല കുറ്റകൃത്യങ്ങളും തടയുക എന്നത് തന്നെയാണ്. നിരവധിയായ ക്രൈമുകൾ ആണ് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്നതാണ് അതിൽ എടുത്ത് പറയേണ്ടത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായത് എന്ത് എന്നതാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ ആപ്പിൻ്റെ പേര് എന്നത് സഞ്ചാർ സാത്തി എന്നുള്ളതാണ്. അത് നിർബന്ധിതമായ ഒരു ആപ്പാണ്. 90 ദിവസത്തിനകം സ്മാർട്ട് ഫോണുകളിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെടുക എന്നത് അനിവാര്യതയായി മാറിയിരിക്കുന്നു. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, നിലവിൽ വിപണിയിൽ ഉള്ള ഫോണുകൾ, ആ ഫോണുകളൊന്നും ഈ ആപ്പിൻ്റെ സഹായത്തോടെ അല്ല വിപണിയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ വിപണിയിലുള്ള എല്ലാ ഫോണുകൾക്കും ഇത് ബാധകമാണ്. ഇനി വിപണിയിലേക്ക് എത്താൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾക്കും ബാധകമാണ്. ഈ ഫോണുകൾ എവിടെ നിർമ്മിച്ചതാണ് എങ്കിലും, ഇന്ത്യയിൽ നിർമ്മിച്ചതോ വിദേശത്ത് നിർമ്മിച്ചതോ ആകട്ടെ, ഏത് ബ്രാൻഡിൽപ്പെട്ടതുമാകട്ടെ, ഈ ആപ്പോടുകൂടി മാത്രമേ ഇനി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ പോരായ്മകൾ ഉണ്ടാകുമോ, ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമോ എന്നതിലൊക്കെ വ്യക്തതയില്ല. പക്ഷേ 90 ദിവസത്തെ സമയപരിധിയാണ് നൽകിയിട്ടുള്ളത്. മൊബൈൽ കമ്പനികൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആപ്പ് നിർബന്ധമാക്കുന്നത്? അതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അവിടെയാണ് ഈ സഞ്ചാർ സാത്തി എന്ന ആപ്പ് പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ എന്നത് നിർണായകമാകാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ ആപ്പിലൂടെ തട്ടിപ്പ് കോളുകൾ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മളിൽ പലരും, പ്രേക്ഷകരിൽ പലരും ഇത്തരം തട്ടിപ്പ് കോളുകൾക്ക് വിധേയരായിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ആണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ആണ് നടക്കുന്നത്. നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഉടൻ തന്നെ പണം നൽകണം എന്നതുൾപ്പെടെയുള്ള എത്രയോ വാർത്തകൾ നിരന്തരമായി പ്രേക്ഷകർ കാണുന്നതാണ്. അതുപോലെ ചില തട്ടിപ്പ് മെസ്സേജുകൾ, നിങ്ങൾ ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഈ മെസ്സേജിന് മറുപടി നൽകും, നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പണം എത്തും എന്നതുപോലെയുള്ള തട്ടിപ്പുകൾ. ഒപ്പം നിങ്ങളുടെ പല സ്വകാര്യതയെയും കവർന്നെടുക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ, ചില ലിങ്കുകളിലൊക്കെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ ഡേറ്റകൾ പോലും ഈ മൊബൈലിൻ്റെ ദാതാക്കൾക്ക്, അല്ലെങ്കിൽ മൊബൈൽ ആരാണോ ഈ മെസ്സേജ് തയ്യാറാക്കുന്നത് അവരുടെ ഫോണിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് തടയുവാൻ ഈ ആപ്പിലൂടെ സാധിക്കും എന്നതാണ്. കാരണം ഈ നമ്പറുകളെ വളരെ പെട്ടെന്ന് ഏത് ഫോണിൽ ആണോ ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത് അതിനെ അടിയന്തിരമായി ബ്ലോക്ക് ചെയ്യാൻ
ഈ ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും നമ്മുടെ ടെലികോം വകുപ്പിന് അറിയാൻ സാധിക്കും. അതറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നമ്പറുകൾ അല്ലെങ്കിൽ ഈ ഫോണുകൾ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി അടുത്ത ഉപയോഗം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്നത് ഈ ഫോണുകൾ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന സാഹചര്യം ആണ്. ഫോണുകൾ നഷ്ടപ്പെട്ടാലും ഈ നേരത്തെ സൂചിപ്പിച്ച ഫോണുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു മോഷ്ടാവ് ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫോണിൻ്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ന ഒരു ആശങ്കയുണ്ടാകും. നമ്മൾ പോലീസിൽ പരാതിയൊക്കെ നൽകിക്കഴിഞ്ഞാൽ പോലീസ് പലപ്പോഴും കൈമലർത്തുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ അന്വേഷിക്കാം, കണ്ടെത്തിയാൽ തിരിച്ചു നൽകാം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെ ഇതാ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെടുമ്പോൾ മോഷ്ടാക്കൾ ഈ ഫോൺ എതിലെയാണ് കൊണ്ടുപോകുന്നത് എന്നത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രത്യേകമായ അപേക്ഷ നൽകണം. അങ്ങനെ അപേക്ഷ നൽകിയാൽ ഫോണിൻ്റെ IMEI നമ്പറുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് ഒരു മോഷ്ടാവ് ഈ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ മോഷ്ടാവിന് ഈ ഫോൺ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ആ ഫോൺ ടെക്നിക്കലി ബ്ലോക്കായി മാറുകയാണ്, അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാകാം, ആ ഫോൺ ഉപയോഗശൂന്യമായി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഈ ഫോൺ തിരികെ ലഭിച്ചാൽ എന്താണ് പ്രയോജനം എന്നത്. അതാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഫോൺ നമ്മൾ തന്നെ നേരത്തെ അപേക്ഷ കൊടുത്താൽ മാത്രമാണ് ഫോൺ ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. കാരണം നമ്മുടെ പ്രൈവസിയാണ് നമ്മുടെ ഈ ഫോൺ എന്നത്. ഇത് മറ്റാർക്കും അനുവാദമില്ലാതെ പരിശോധിക്കാനൊന്നും സാധിക്കില്ല. അപ്പോഴാണ് നമ്മുടെ ഫോൺ പോയി എന്ന വിവരം അറിയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോണിനെ മോഷണം പോയതിൻ്റെ പരാതി നൽകുന്നു. അപ്പോൾ തന്നെ ആ ഫോണിൻ്റെ നമ്പർ സംവിധാനത്തിന് അറിയാൻ സാധിക്കുന്നു, അത് ബ്ലോക്ക് ആക്കുന്നു. ഇനി നാളെ ഈ ഫോൺ തിരികെ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, വീണ്ടും അപേക്ഷ കൊടുക്കുക. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് മാറ്റാൻ അവർക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാനും സാധിക്കും എന്നതാണ് ഈ ആപ്പിൻ്റെ മറ്റൊരു ഗുണം. മറ്റൊന്ന്, മറ്റ് കണക്ഷനുകൾ തിരിച്ചറിയുക എന്നതാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പേരിൽ ഐഡൻറ്റിറ്റി കാർഡ്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡോ ആധാറിൻ്റെ ഒക്കെ പകർപ്പുകൾ ഇപ്പോൾ വ്യാപകമായി തന്നെ പല ആവശ്യങ്ങൾക്കും ആധാറും ID കാർഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പലപ്പോഴും ഈ തട്ടിപ്പുകൾക്ക് വേണ്ടി തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റു പലരുടെയും ID-കൾ ആയിരിക്കും എന്നുള്ളതാണ്. തിരിച്ചറിയൽ കാർഡുകളും രേഖകളും ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിരവധിയായ ആളുകൾ കുടുങ്ങിപ്പോയിട്ടുള്ള സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ മലയാളികളായിട്ടുള്ളവരുടെ ID പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് പോലും തട്ടിപ്പ് നടത്തുകയും ഒടുവിൽ നമ്മുടെ അന്വേഷണ കേന്ദ്രങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു തട്ടിപ്പിന് നമ്മൾ വിധേയരായി എന്നതറിയാൻ സാധിക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഒന്നിലധികം ഫോണുകൾ ഉപയോഗിക്കുന്നു, ഒന്നിലധികം കണക്ഷനുകൾ അയാൾക്കുണ്ട് എങ്കിൽ ആ കണക്ഷനുകൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഡേറ്റ ഈ ആപ്പിലൂടെ നമ്മുടെ സംവിധാനങ്ങൾക്ക്, നിയന്ത്രണ സംവിധാനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി, അതായത് KP അഭിലാഷ് എന്ന ഞാൻ ഉപയോഗിക്കുന്ന കണക്ഷനുകൾ എന്നത് ഒന്നിലധികം ഒന്നായിരിക്കാം. പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ പേരിൽ മറ്റ് കണക്ഷനുകൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി അറിയാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. അത് ബ്ലോക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ല എങ്കിൽ നമ്മൾ അതിന് പിന്നാലെ നടക്കണം, ഇത് നമ്മുടെ കണക്ഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അത് വലിയ സാങ്കേതികമായ നടപടികളാണ് എങ്കിൽ ഇനി അത് ലളിതമാക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് IMEI പരിശോധന എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ സ്മാർട്ട് ഫോണുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഫോണുകൾ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും എന്നുള്ളത്. ഈ IMEI നമ്പറുകൾ ലഭിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്നത്, നമ്മളിൽ പലരും ഒരു പുതിയ ഫോണൊക്കെ വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ളവർ ആകണം എന്നില്ല. ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ വിപണി എന്നത് അത്രമേൽ വിപുലമാണ്. പ്രത്യേകിച്ച് വില കൂടിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുക എന്നത് പലരുടെയും ആഗ്രഹമാണ്. പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ആണ് പലപ്പോഴും വാങ്ങാറുള്ളത്. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ നമ്മൾ പരിചയക്കാരിൽ നിന്ന്, നമ്മുടെ സുഹൃത്തോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ പരിചയത്തിൻ്റെ പുറത്ത് വാങ്ങാം. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് ഒരു ഫോൺ വാങ്ങുമ്പോൾ ആ ഫോൺ ഇതിനു മുമ്പ് ആരാണ് ഉപയോഗിച്ചിരുന്നത്, ആ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾ ഒരു കുറ്റവാളിയാണോ, ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ക്രൈമിൻ്റെ ഭാഗമായിട്ടുണ്ടോ, ഇതൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അത് വാങ്ങിയിട്ടുള്ളവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒക്കെ അറിയാം. അതിൽ ചിലരെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട് എന്നുള്ളതാണ്.
അവർ ഉപയോഗിക്കുന്ന ഫോൺ മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് നേരത്തെ ഉപയോഗിച്ചതാകാം, അതിനുശേഷമായിരിക്കാം ഇത് വിറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഈ നിലവിലെ ഈ സംവിധാനം പ്രാവർത്തികമാകുന്നതോടുകൂടി ഒരു ഫോണിൻ്റെ ഹിസ്റ്ററി അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫോൺ ഞാൻ വിൽക്കാൻ തീരുമാനിക്കുന്നു, ഇത് ഒരു ഷോപ്പിൽ നൽകുന്നു, ആ ഷോപ്പുകാരൻ എനിക്കൊരു നിശ്ചിത പണം നൽകുന്നു, അതിനുശേഷം മറ്റൊരാൾ വന്ന് ഈ ഫോൺ വാങ്ങുന്നു. ഈ ഫോൺ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നേരത്തെ ഞാൻ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ഫോൺ പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും ആ ഫോൺ വാങ്ങിയ ആളിന് ആ പണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. അയാൾക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ തിരിച്ചെടുക്കുക എന്നതൊക്കെ പ്രയാസകരമായിരിക്കും. ഈ കുറ്റം ഞാനല്ല ചെയ്തത് എന്നത് ബോധിപ്പിക്കേണ്ടതായി വരും. പക്ഷേ ഈ സംവിധാനമുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾ ഏത് കാലഘട്ടത്തിൽ ഏത് ക്രൈമിൻ്റെ ഭാഗമായി എന്നത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, രാജ്യാന്തര കോളുകളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി വരുന്ന കോളുകൾ അതിൽ പലതും വിദേശ നമ്പറുകളിൽ നിന്നായിരിക്കും. അതായത് അത് ഈ ടെക്കുകൾ അല്ലെങ്കിൽ ടെക്നോളജി മേഖലയിലുള്ള സ്പാമുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ സൈബർ മേഖലയിലെ തട്ടിപ്പ് നടത്തുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. നമുക്ക് രാജ്യത്തിനകത്ത് നിന്നുള്ള കോളായിരിക്കില്ല, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കോളായിരിക്കും വരുന്നത്. പക്ഷേ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോണുകൾ ഏത് എന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശത്ത് നിന്നുള്ള കോളുകൾ ലഭിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാം. അതറിയിക്കുന്നതിനനുസരിച്ച് അത് ബ്ലോക്ക് ചെയ്യുവാനുമുള്ള സംവിധാനം ഈ ആപ്പിൽ ഉണ്ട് എന്നതാണ്. ഇങ്ങനെ ഗുണകരമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ആപ്പിലൂടെ ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. നിലവിൽ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉപഭോക്താക്കൾ നേരിടാൻ സാധ്യതയുണ്ടോ എന്നതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്വകാര്യത, ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർ ഓർക്കേണ്ടത്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പല ആപ്പുകളും നമ്മുടെ ആ സ്വകാര്യതയെ കവർന്നെടുക്കുന്ന കാലഘട്ടം ആണിത്. ഒരുപക്ഷെ ഞാൻ ഈ മൊബൈൽ ഫോണിനെക്കുറിച്ചും ഈ ആപ്പിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പോലും അക്കാര്യം പോലും നമ്മുടെ ഈ ഫോൺ ചോർത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഞാൻ നോക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഈ വിവരമായിരിക്കും. അതാണ് നമ്മുടെ ഫോണിലെ പല ആപ്പുകളുടെയും സ്വഭാവം. ആ ആപ്പുകളാകട്ടെ പല ഡേറ്റകളും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളതുമുണ്ട്. നമ്മളൊരു ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കാം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, പക്ഷേ അതേ ആപ്പ് തന്നെ നമ്മുടെ മറ്റ് പല വിവരങ്ങളും ശേഖരിക്കുകയും ആ വിവരം ഒരു പക്ഷേ മറ്റ് ഡേറ്റകൾക്ക് വേണ്ടി കൈമാറുകയും ഒക്കെ ചെയ്യും. അത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമാവലിയുടെ ഭാഗമായി അവർ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വകാര്യതയെ ഈ ആപ്പ് ബാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അത് IT രംഗത്തെ വിദഗ്ധർ ആണ് അതിലൊക്കെ അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഒപ്പം ടെലിഫോൺ നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എന്നതും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 90 ദിവസത്തിനകം ഈ ആപ്പ് നിർബന്ധിതമായി ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന നിർദ്ദേശം ആണ് നമ്മുടെ ഭരണകൂടം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്.